Hi students, welcome to Greater Than Academy. Question number 3 sub question 8 അതുപോലെ തന്നെ 18th ക്വസ്റ്റ്യൻ 18ാമത്തെ ക്വസ്റ്റ്യൻ ഈ രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾ ചെയ്ത് എന്ന് പറഞ്ഞത് കൊണ്ട് ഡൗട്ട് ഉള്ള ആ രണ്ട് ക്വസ്റ്റ്യൻ മാത്രമാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റിൽ നമുക്ക് തേർഡ് ക്വസ്റ്റ്യന്റെ സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള 8th വൺ ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇറ്റ് ഈസ് ഗിവൻ ദാറ്റ് എ എൻ ഇസിക്കൽ 4, അതായത് എ എൻ 4 എന്ന് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എ എൻ ഇസിക്കൽ ടു 4, എ എൻ ഇസിക്കൽ ടു 4. അതുപോലെ ടി ഇസിക്കൽ ടു 2 എന്ന് തന്നിട്ടുണ്ട്. കോമൺ ഡിഫറൻസ് 2 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എസ് എൻ സം ഓഫ് എൻ ടേംസ് ഇസിക്കൽ ടു -14 എന്ന് തന്നിട്ടുണ്ട്. കണ്ടുപിടിക്കുന്നത് ആരൊക്കെയാണ്? എൻ കണ്ടുപിടിക്കണം, എയും ഫൈൻഡ് ചെയ്യണം. അപ്പോ ഇവിടെ രണ്ട് കണ്ടീഷൻ തന്നിരിക്കുന്നു. തന്നിരിക്കുന്ന കണ്ടീഷനിൽ നിന്ന് വേണം നമുക്ക് ആരെയൊക്കെ കണ്ടുപിടിക്കാൻ, എന്നും എയും ഫൈൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ കേസ് നോക്കുക. എ എൻ ഇസിക്കൽ ടു 4 എന്ന് തന്നിട്ടുണ്ട് അല്ലെ. എ എൻ ഇസിക്കൽ ടു 4, എ എൻ ഇസിക്കൽ ടു 4 എന്ന് പറഞ്ഞാൽ എന്താണ്? എ എൻ ഇസിക്കൽ ടു 4, ദാറ്റ് ഈസ് എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ഇസിക്കൽ ടു എന്താണ് ആൻസർ കിട്ടുന്നത്? 4 എന്നാണ് കിട്ടുന്നത്. അപ്പൊ എ എൻ ആയതുകൊണ്ട് അല്ലെങ്കിൽ എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു ഡി ദാറ്റ് ഇസിക്കൽ ടു എത്ര എന്നാണ് തന്നിരിക്കുന്നത്? 4 എന്നാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഞാൻ ഇത് ഒന്നുകൂടെ എഴുതിയെന്നേ ഉള്ളൂ. ഡി തന്നിട്ടുണ്ട് അല്ലെ, ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു എ പ്ലസ് എൻ മൈനസ് 1 ഇൻറ്റു 2, കാരണം ഡി 2 ആണല്ലോ. ടു. ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. എ പ്ലസ് 2 കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2n മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ എയുടെ വാല്യൂ കണ്ടുപിടിക്കും. കാരണം എയുടെയോ എന്നിന്റെയോ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം നമ്മൾ എസ് എൻ ഇസിക്കൽ ടു -14 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ അവിടെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ആ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഒന്നുകിൽ ഇവിടുന്ന് എയുടെ വാല്യൂ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ എന്നിന്റെ വാല്യൂ ഫൈൻഡ് ചെയ്യാം. എന്നിട്ട് ആ എന്നിന്റെയോ എയുടെയോ വാല്യൂ എവിടെ എസ് എന്റെ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലാണ് നമുക്ക് ഇതിന്റെ വാല്യൂ കിട്ടുന്നത്. അപ്പൊ ആദ്യം ഒന്നുകിൽ നമുക്ക് എ കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ എന്ത് കണ്ടുപിടിക്കാം? എൻ കണ്ടുപിടിക്കാം. ഞാനിവിടെ എ ആണ് ഫൈൻഡ് ചെയ്യുന്നത്. therefore നമുക്ക് ഓരോ ടൈമിനായിട്ട് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. therefore എ ഈസ് ഈക്വൽ ടു 4. ആദ്യം 4 എഴുതി. 4 ഓൾറെഡി റൈറ്റ് ഹാൻഡ് സൈഡിലുണ്ട്, ആർ എച്ച് എസിലുള്ളതാണ്. ഈ -2 അവിടെ ചെല്ലുമ്പോൾ എന്താവും? +2 ആവും. 4 + 2 ഇവിടെ -2n ആണ്, +2n ആണ്. അവിടെ ചെല്ലുമ്പോൾ എന്താവും? -2n. നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതാം. എ ഈസ് ഈക്വൽ ടു 6, അതായത് 4 + 2 എന്താണ്? 6 ആണ്. 6 - 2n എന്നാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ എയുടെ വാല്യൂ നമുക്ക് കിട്ടിയ എന്താണ്? 6 - 2n എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ടുപിടിക്കേണ്ട അടുത്ത കാര്യം നമുക്ക് നോക്കാം. എസ് എൻ ഈസ് ഈക്വൽ ടു -14. എസ് എന്നെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി ഈസ് ഈക്വൽ ടു എത്രയാണ്? -14. ഇവിടെ n/2 ഇൻറ്റു 2a പ്ലസ് ഡി കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ. അതായത് ഡിയുടെ വാല്യൂ എത്രയാണ്? 2 അല്ലേ. ഓക്കെ, അപ്പൊ 2n മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു -14. ഇനി n/2 അല്ലെ, n/2 ഇൻറ്റു 2 ഇൻറ്റു നമുക്ക് എയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എയുടെ വാല്യൂ എന്താണ്? 6 - 2n ആണ്. അതായത് 6 - 2n ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു, പ്ലസ് 2n - 2 ദാറ്റ് ഇസ് ഈക്വൽ ടു -14. ഓക്കെ, അപ്പൊ ഇത് എവിടെ വരെ കിട്ടിയിട്ടുണ്ട്? ഇനി ഓരോരുത്തരായിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. n/2 ഇസ് ഈക്വൽ ടു 6 ഇൻറ്റു 2 എത്രയാണ്? 12 മൈനസ് 2 ഇൻറ്റു 2n എത്രയാണ്? 4n പ്ലസ് 2n മൈനസ് 2 ദാറ്റ് ഇസ് ഈക്വൽ ടു -14. ഇവിടെ നമുക്കറിയാം രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ എന്നിന്റെ ടേം ഉണ്ട്. അപ്പൊ ഇവരെയൊക്കെ എന്ത് ചെയ്യാം? ആഡ് ചെയ്യേണ്ടത് ആഡ് ചെയ്യാം, സബ്സ്ട്രാക്ട് ചെയ്യേണ്ടത് സബ്സ്ട്രാക്ട് ചെയ്യാം. അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ എന്താ വരുന്നത്? അടുത്ത സ്റ്റെപ്പിൽ ഓക്കെ, n/2 ഇൻറ്റു 12 - 2, അതായത് നമ്പേഴ്സ് ആണ്. 12
-2 എത്ര കിട്ടും? 10 എന്ന ആൻസർ കിട്ടും. -4n + 2n ഡിഫറെന്റ് സൈൻ ആണ്, അതൊക്കെ നോക്കിക്കോണം, ശ്രദ്ധിച്ചോണം. -4n + 2n എത്ര കിട്ടും? -2n that is equal to 14. ഇവിടെ നമുക്കറിയാം ഈ 2 എന്ന് പറയുന്നത് ഇവിടെ മൾട്ടിപ്ലൈ ആണ്. നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? ഇവിടെ ഡിവൈഡ് ചെയ്യാണ്. ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്യാം? മൾട്ടിപ്ലൈ ചെയ്യാം. n into 10 minus 2n that is equal to -28 എന്ന് കിട്ടും. n കൊണ്ടകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 10n minus 2n into n എന്താണ്? -2n square that is equal to -28. റീഅറേഞ്ച് ചെയ്തെഴുതാം. -2n square plus 10n -28 ഇങ്ങോട്ടേക്ക് വരിക, അതായത് +28 that is equal to 0. കാരണം ഇവിടുത്തെ ടൈം ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ബാലൻസ് ഇവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. -2n square. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്ന മൈനസിലായതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷനെ കംപ്ലീറ്റ് എന്ത് ചെയ്യാം? മൈനസ് വെച്ച് അങ്ങ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് മൈനസ് വരുത്താതെ വേണമെങ്കിൽ ചെയ്യാം, കാരണം 2n square അങ്ങോട്ടേക്ക് പോയി 2n അപ്പുറത്തേക്ക് പോയി ഇവിടെ 0 ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ നിങ്ങൾ അറിയാതെ ചെയ്യുന്ന സമയത്ത് 2n square ഇവിടെ അറിയാതെ ഇങ്ങനെ ഇട്ട് പോയെങ്കിൽ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ്, ബേസിക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി മാത്രം. -2n square. അപ്പോൾ മൈനസ് ആദ്യം വരുമ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കുക. അതിനായിട്ട് എന്ത് ചെയ്യണം? മൈനസ് കൊണ്ട് കംപ്ലീറ്റ് ഇക്വേഷൻ എന്ത് ചെയ്യാം? നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഓൾറെഡി ഇവിടെ ഉള്ള സൈൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇത് മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ എന്ത് ചെയ്യുക? മൈനസ് ആക്കുക. അപ്പോൾ 2n square -10n -28 is equal to 0 എന്ന് കിട്ടി. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് എപ്പോഴും ഏറ്റവും സോൾവ് ചെയ്യാവുന്ന ഒരു ഫോമിലേക്ക് മാറ്റാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ നമ്പേഴ്സിന് നോക്കുക, 2 ആണ്, 10 ആണ്, 28 ആണ്, എല്ലാത്തിനും എത്ര വെച്ച് ഡിവൈഡ് ചെയ്യാം? 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 വെച്ച് ഈ ഓരോ ടേമിനെ നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ, ഇപ്പോൾ 2n square ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? n square എന്ന് കിട്ടുന്നു. -10n/2 എന്ന് പറയുമ്പോൾ ഈ 10ഉം 2ഉം കൂടെ കട്ട് ചെയ്യും, എത്ര കിട്ടും? 5n എന്ന് കിട്ടും. -28ന്റെ /2 ആണ്, 28/2 എന്താണ്? -14 that is equal to എന്താണ്? 0 ആണ്. അപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്നത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, n square -5n -14. അതായത് നിങ്ങൾ പോളിനോമിയലിനകത്ത് പഠിച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് n-ന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ള കാര്യം. അതായത് മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പോൾ n-ന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടുന്ന് കിട്ടേണ്ടത്. അപ്പം മിഡിൽ ടൈം സ്പ്ലിറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ മിഡിൽ ടൈമിനെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്? അതായത് 5n എന്നുള്ളതാണല്ലോ മിഡിൽ ടൈം, 5n ആണ് മിഡിൽ ടൈം എന്ന് പറയുന്നത്. ഈ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ n-ന്റെ വാല്യൂവിലേക്ക് എത്താൻ വേണ്ടി. അപ്പോൾ മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഫാക്ടേഴ്സ് ആക്കി മാറ്റണം. അതായത് n square -5n -14 എന്താക്കി മാറ്റണം? മിഡിൽ ടൈമിനെ സ്പ്ലിറ്റ് ചെയ്താലും സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടൈം എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് രണ്ട് ലീനിയർ പോളിനോമിയൽസ് ആക്കി മാറ്റുക. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നമ്മൾ ഏത് മെത്തേഡ് വെച്ചിട്ടാണ്? പ്രോഡക്റ്റ് സം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ ഇവിടെ സം എന്ന് പറയുന്നത് ഈ n അല്ലെങ്കിൽ x അതുപോലുള്ള ലീനിയർ ആയിട്ട് ഫോമിൽ നിൽക്കുന്ന, അതായത് പവർ 1 ആയിട്ടുള്ള ആളുടെ എന്താ നോക്കുന്നത്? കോഎഫിഷ്യന്റ് നോക്കുന്നു. അതായത് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് ഇവിടെ എത്ര കിട്ടിയിരിക്കുന്നത്? -5 ആണ്. ആ -5 ആയിരിക്കും സം എന്ന് പറയുന്നത്. ഏതോ രണ്ട് നമ്പറിന്റെ സം എന്ന് പറയുന്നത് -5 ആണ്. ഇനി പ്രോഡക്റ്റ് നോക്കുന്നത് n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റും ഈ കോൺസ്റ്റന്റോടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടെ n സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 1 ആണ്. ആ 1ഉം ഇവിടുത്തെ 14 കോൺസ്റ്റന്റോടെ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതായത് 14 × 1 എന്ന് പറയുന്നത് 14 ആയിരിക്കും. അതായത് ഏതോ രണ്ട് നമ്പേഴ്സിന്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് 14ഉം അതുപോലെ സം എന്ന് പറയുന്നത് -5 ആണ്. ഏതായിരിക്കും ആ നമ്പേഴ്സ് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരുപാട് കാൽക്കുലേഷനും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ മനസ്സിലിട്ട് ചെയ്തു നോക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതിൽ എളുപ്പത്തിൽ നമുക്ക് അവരെ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഈ കിടക്കുന്ന കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ 14 ആണ്. ഈ 14നെ ജസ്റ്റ് എന്ത് ചെയ്യാം? ഒന്ന് ഫാക്ടറൈസ് ചെയ്ത് നോക്കാം. 14നെ എന്ത് ചെയ്ത് നോക്കുക? ഫാക്ടറൈസ് ചെയ്ത് നോക്കുക. അതായത് നമുക്ക് 2 വെച്ചിട്ടൊന്ന് ഫാക്ടറൈസ് ചെയ്യാം. 2 വെച്ചിട്ട് ഫാക്ടറൈസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? 14/2 എന്ന് പറയുന്നത് എത്രയാണ്? 7 ആണ്. അപ്പോൾ ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏതോ രണ്ട് നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് മൈനസ് ആണ്. ഈ മൈനസ് വാല്യൂ സമ്മിലേക്ക് കയറി വരണമെങ്കിൽ അതിലെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് മൈനസ് ആയിരിക്കുമല്ലോ. ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ -2
10 പ്ലസ് 5 ആൻസർ എന്തേ വരുള്ളൂ കേട്ടോ. അതായത് ലാർജസ്റ്റ് നമ്പർ -10 ആണ്. അടുത്ത നമ്പർ എന്ന് പറഞ്ഞാൽ +5 ആണ്. ഇവരെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് ആൻസർ കിട്ടുന്നത്? -5 എന്നാണ് കിട്ടുന്നത്. അപ്പൊ ഈ മൈനസ് എവിടുന്ന് വന്നാണ്? ലാർജസ്റ്റ് നമ്പറിന്റെ സൈൻ ആണ്. അതായത് ഒരാള് മൈനസും ഒരാള് പോസിറ്റീവും ആയിരിക്കും. അതിൽ ലാർജസ്റ്റ് നമ്പർ എന്താന്ന് മനസ്സിലാക്കാം, മൈനസ് തന്നെ ആയിരിക്കും. കാരണം ആൻസറിൽ എന്ത് തന്നെയാണ്? സമ്മിൽ മൈനസ് തന്നെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിലെ ലാർജസ്റ്റ് നമ്പർ എന്തായിരിക്കും? മൈനസ് തന്നെ ആയിരിക്കും. അപ്പോ ഏതോ രണ്ട് നമ്പേഴ്സിന്റെ ഡിഫറൻസ് ആണ് ഈ കിടക്കുന്നത്. അതിലെ ലാർജസ്റ്റ് നമ്പർ എന്തുമായിരിക്കും? മൈനസും ആയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രോഡക്റ്റിനെ നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ഫാക്ടറൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതായത് ഡിഫറൻസ് ആണ് ഈ കിടക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. അത് -5 എന്നുള്ളത് ഡിഫറൻസ് ആണെന്നറിയാം. അപ്പൊ ഈ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പിലും നമ്മൾ എന്ത് ചെയ്ത് നോക്കുക? ആ ഒരു റിലേഷൻ കിട്ടുന്നുണ്ടോ നോക്കുക. ഇവിടെ കിട്ടിയിരിക്കുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 കിട്ടിയിട്ടുണ്ട്, 7 കിട്ടിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് നോക്കുക, ഈ 7ഉം 2ഉം ഡിഫറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയായിരിക്കും ആൻസർ കിട്ടുന്നത്? -5 ആയിരിക്കും. അതുപോലെ തന്നെ 7ന്റെയും 2ന്റെയും പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 14 ആയിരിക്കും. അപ്പോ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പറിലേക്ക് എത്താൻ പറ്റും. അപ്പൊ ഇതുപോലെ ജസ്റ്റ് എന്ത് ചെയ്ത് നോക്കാം, ഫാക്ടറൈസ് നോക്കുക. അപ്പൊ ഓരോ സ്റ്റെപ്പിലും എന്ത് ചെയ്ത് നോക്കാം? ഓരോ സ്റ്റെപ്പിലും ആ ഒരു റിലേഷൻ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഇപ്പൊ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ നമ്പറിലേക്ക് എത്താൻ പറ്റും. അത് നിങ്ങൾ ഇനി മുന്നോട്ട് കാൽക്കുലേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒന്നുകൂടെ ഒന്ന് നോട്ട് ചെയ്താൽ മതി. നമുക്ക് ക്ലാസ് ഒക്കെ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അതുപോലുള്ള എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഒരുപാട് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്തെടുക്കാം. അപ്പൊ ഇതിൽ ഡൗട്ട് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. നമുക്ക് അഡീഷണൽ ആയിട്ട് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ തരാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ n² - 5n - 14 എന്നാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ -5n എന്ന് പറയുന്ന ഈ ടേമിനെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? മിഡിൽ ടേമിനെയാണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. therefore n² മൈനസ്, അതായത് ഏതൊക്കെയായിരിക്കും ഫാക്ടേഴ്സ്? നമുക്കറിയാം ലാർജസ്റ്റ് നമ്പർ എന്താണ്? മൈനസ് ആണ്. അപ്പൊ 7n. സ്മോളസ്റ്റ് നമ്പർ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. അതായത് 7n, പിന്നെ ഏതാ ഉള്ളത്? 2n അല്ലെ? 2n മൈനസ് 14. കാരണം കണ്ടോ, നമ്മൾ മിഡിൽ ടേമിനെ എന്താ ചെയ്തിരിക്കുന്നത്? മിഡിൽ ടേമിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഈ ഫോമിലേക്ക് മാറ്റി. മിഡിൽ ടേം ആണ് ഈ കിടക്കുന്നത്. ഇവിടെ പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ 7 × 2 എത്രയാണ്? 14 ആണ്. ഓക്കെ, 7 × 2 എത്രയാണ്? 14 ആണ്. അതുപോലെ തന്നെ എസ് സം എന്ന് പറയുന്നത് എത്രയാണ്? -5 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, 7n -7n + 2n -14 that is equal to എത്രയാണ്? 0 ആണ് അല്ലെ? that is equal to 0. അപ്പൊ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? ഫാക്ടേഴ്സ് ഒക്കെ മാറ്റാം. അതായത് ഇതിൽ നിന്നും കോമൺ ആരെങ്കിലും എടുക്കാൻ പറ്റും. ഇവരെ രണ്ടുപേരെയും കൂടെ എന്ത് ചെയ്യാം? ഒരു ഗ്രൂപ്പ് ആക്കാം. ഇത് ഒരു ഗ്രൂപ്പ് ആക്കാം. ഇവിടുന്ന് കോമൺ എടുക്കാൻ പറ്റുന്ന ആരാണ്? n ആണ് അല്ലെ? n × n - 7 അല്ലെ? n - 7 പ്ലസ്. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഇത് ബ്രാക്കറ്റിനുള്ളിൽ n - 7 ആണെങ്കിൽ ഇവിടെയും n - 7 വരുന്ന പോലെ തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നോക്കുക, n - 7 ഇവിടെ വരണമെങ്കിൽ ഇവിടെ n മാത്രം മതി അല്ലെ? ഇവിടെ 14ഉം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2നെ വെളിയിലേക്ക് എടുക്കുക. 2നെ വെളിയിൽ എടുത്തു കഴിഞ്ഞാൽ എന്ത് തന്നെയാവും? n - 7 തന്നെ ആയിരിക്കും. that is equal to എന്നാണ്? 0 ആണ് അല്ലെ? അതായത് n - 7 തന്നെ ഇവിടെ ബ്രാക്കറ്റിനുള്ളിൽ വന്നിട്ടുണ്ട്. ചെക്ക് ചെയ്യാൻ നോക്കുക. അതായത് n × 2 എത്രയാണ്? 2n. -7 × 2 എന്ന് പറഞ്ഞാൽ -14 ആണ്. ഇനി എന്ത് ചെയ്യാ? ഇത് പറഞ്ഞ ഒരു ഫാക്ടർ ആണ്. അതായത് n - 7 എന്ന് പറയുന്നത് എന്താണ്? n - 7 എന്ന് പറയുന്ന ഒരു ഫാക്ടർ ആണ്. പിന്നെ ബാലൻസ് ഉള്ള ആരൊക്കെയാണ്? n + 2. n + 2 അടുത്ത ഫാക്ടർ ആണ്. അപ്പൊ n - 1ഉം n + 2 എന്താണ്? ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ഇതിങ്ങനെയാണ് ഒരു ക്വാഡ്രാറ്റിക് പോളിനോമിയലിനെ നമ്മൾ എന്താക്കി മാറ്റുന്നത്? രണ്ട് ലീനിയർ പോളിനോമിയൽ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് ആക്കി മാറ്റുന്നത്. ഇവരുടെ ഫാക്ടേഴ്സ് ആണ്. therefore ഇവിടെ n - 7 എന്താണ്? 0 അല്ലേ അല്ലെ? അപ്പൊ n - 7 = 0 ആണ്. കാരണം ഫാക്ടേഴ്സ് ആണെങ്കിൽ n - 7 = 0 ആണ്. therefore n = -7 അപ്പൊ എന്തായിരിക്കും? +7 ആയിരിക്കും. അടുത്ത ഓപ്ഷൻ, അതായത് രണ്ട് ചാൻസ് ഉണ്ട്. n-ന് രണ്ട് വാല്യൂസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്നത് n = 7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത കേസ് നോക്കാം. n + 2 = 0 നോക്കാം. n + 2, അതായത് ഇതിനെ നോക്കാം. n + 2 = 0 നോക്കാം. ഇവിടെ n = -2 ആണ്. n = -2 ആണ്. അപ്പൊ n-ന് പോസിറ്റീവ് വാല്യൂ 7 എന്ന് കിട്ടിയിട്ടുണ്ട്, -2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏതായിരിക്കും ശരി എന്നുള്ള കാര്യം, അതായത് നമ്മൾക്ക് മനസ്സിലാക്കുന്ന n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടൈം ആണ് അല്ലെ? n = നമ്പർ ഓഫ് ടേംസ് ആണ് അല്ലെ? നമ്പർ ഓഫ് ടേം ആണ്. n റെപ്രസെന്റ് ചെയ്യുന്നതാണ് നമ്പർ ഓഫ് ടേംസിന്, അല്ലെങ്കിൽ
nth ടേമിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് നമ്മളൊരു കാര്യം ആലോചിക്കാം, ഒരു ക്യൂവിൽ കുറെ പേര് നിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഈ n എന്ന് പറയുന്നത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത്? ഓരോ ടൈമിന്റെ പൊസിഷനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അതായത് n ഈസിക്കൽ ടു 1 ആണെങ്കിൽ ഫസ്റ്റ് ടൈം, n ഈസിക്കൽ ടു 2 ആണെങ്കിൽ എന്തായിരിക്കും സെക്കൻഡ് ടൈം, n ഈസിക്കൽ ടു 3 ആണെങ്കിൽ തേർഡ് ടൈം. അതിപ്പോ n ഈസിക്കൽ ടു 7 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതെന്താ അർത്ഥമാക്കുന്നത്? 7 ടൈംസ് അല്ലെ. എന്നാൽ ഇവിടെ നോക്കുക, n ഈസിക്കൽ ടു -2 എന്നാണ് കിട്ടിയിരിക്കുന്നത്. -2 ടൈം അല്ലെങ്കിൽ -2 ഒരു ക്യൂവിൽ കുറെ പേര് നിൽക്കുമ്പോൾ ഏഴാമത്തെ പൊസിഷൻ. എന്നാൽ മൈനസ് സെക്കൻഡ് പൊസിഷൻ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. AP പോലെ തന്നെയാണ്. മൈനസ് സെക്കൻഡ് ടൈം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. നമുക്ക് എന്തേ ഉള്ളൂ, ഫസ്റ്റ് ടൈം, സെക്കൻഡ് ടൈം, തേർഡ് ടൈം അങ്ങനെ മാത്രമേ ഉള്ളൂ. അത് 0th ടൈം എന്ന് പറയുന്ന ടൈം ഇല്ല, മൈനസ് എന്ന് പറയുന്ന ഒരു ടൈമും ഇല്ല. മൈനസ് എന്ന് പറയുന്ന നമ്പർ ആ സീക്വൻസിൽ വരാം, പക്ഷെ മൈനസ് സെക്കൻഡ് ടൈം പൊസിഷൻ -2 ഒരിക്കലും വരത്തില്ല. പൊസിഷൻ എന്ത് വരത്തില്ല? -2 ഒരിക്കലും വരത്തില്ല. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ ഒരിക്കലും എന്താകത്തില്ല? -2 ആവത്തില്ല. therefore n ഈസിക്കൽ ടു 7 ആണ് കറക്റ്റ് വാല്യൂ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? n നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും? -2 അല്ലെ. നോട്ട് ഈക്വൽ ടു -2. ഓക്കെ, അപ്പൊ ഇവിടെ n-ന്റെ വാല്യൂ എത്ര കിട്ടിയിട്ടുണ്ട്? 7 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആരുടെ വാല്യൂ? അതായത് നമുക്ക് കണ്ടുപിടിക്കാനുണ്ടായിരുന്ന എയും പിന്നെ ആരുമായിരുന്നു? n ആയിരുന്നു. ഇതിൽ n-ന്റെ വാല്യൂ നമുക്ക് എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? 7 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ആരെ മാത്രം കണ്ടുപിടിച്ചാൽ മതി? എയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അപ്പൊ n-ന്റെ വാല്യൂ എത്രയെന്ന് കിട്ടിയിട്ടുണ്ട്? n-ന്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്. അതായത് n ഈസിക്കൽ ടു എത്രയെന്ന് കിട്ടിയിരിക്കും? 7 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്ന ഒരു ഇക്വേഷൻ ആണ് ഇത്. a ഈസിക്കൽ ടു 6 - 2n എന്ന് പറയുന്നത്. ഈ ഇക്വേഷനിലേക്ക് നമുക്ക് ആരുടെ വാല്യൂ ഇട്ട് കൊടുക്കാം? n-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. therefore a ഈസിക്കൽ ടു 6 - 2 into 7. a ഈസിക്കൽ ടു 6 - 2 into 7 എന്ന് പറയുന്നത് 14 ആണ്. therefore a ഈസിക്കൽ ടു -14 ഉണ്ട്, 6 ഉണ്ട്, +6 ഉണ്ട്. അപ്പൊ എത്രയാണ് വരും? ഇവരെ നമ്മൾ ഡിഫറൻസ് നോക്കാം. ഡിഫറൻസ് നോക്കിയിട്ട് ലാർജസ്റ്റ് നമ്പർ സൈൻ, അതായത് -8 വരും. ഓക്കെ, അപ്പൊ എയുടെ വാല്യൂ -8 എന്നും n ഈസിക്കൽ ടു 7 എന്നും ആൻസർ കിട്ടും. ഓക്കെ.